കേരളം ഒട്ടുക്ക് ശുഭവിശ്വാസത്തിലാണ്. ഒരു നല്ല പ്രതീക്ഷയിലാണ് UDF ഇരിക്കുന്നത്. ഞങ്ങൾ വിചാരിച്ചേക്കാൾ ഒരുപാട് മുന്നേറും എന്നുള്ള ആത്മവിശ്വാസം ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കുണ്ട്. അതിനുശേഷം ഞങ്ങൾ കൂട്ടിക്കുറിച്ച് നോക്കുമ്പോഴും ഞങ്ങൾ നന്നായിട്ട് ഉയരുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഷൊർണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം ഞങ്ങൾ പിടിച്ചിരിക്കും. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഷൊർണൂർ പിന്നെ എന്താ പറയുക, വാണിയംകുളം, പിന്നെ ചളവറ എന്ന ഭാഗത്ത് MLAക്കെതിരെ വികസന വിരോധത്തിൻ്റെ ഒരു ഇതുണ്ട്. MLA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു MLA ആയിരുന്നു, അതിന് സംശയമില്ല. മമ്മിക്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല, പക്ഷേ MLAക്ക് അതിൻ്റെ ഉദാഹരണമാണ് VK ശ്രീകണ്ഠൻ അടക്കം 4500 വോട്ടോളമാണ് ഇവിടെ കമ്മി ഉണ്ടായിട്ടുള്ളൂ. ആ 4500 ഞങ്ങൾക്ക് മറികടക്കാൻ അതിക്ക് നന്നായിട്ടുള്ളൊരിത്. ഞങ്ങൾക്ക് കൂടുതലൊന്നും പിന്നെ ഇതിൻ്റെ കണക്കുകൾ കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ ഭാഗത്തും അത് ജനങ്ങൾക്ക് പിന്നെ ഉള്ള എതിർപ്പാണ്. പിണറായി ഭരണത്തിനോടുള്ള എതിർപ്പ്, രണ്ടാമത് പാർട്ടിയിലുള്ള പ്രശ്നങ്ങൾ. PK ശശി ഉൾപ്പെടെ പ്രമുഖരായ പലവരും പാർട്ടി വിട്ടു. അതിന് പുറമെ കുറേ മാർക്സിസ്റ്റിൻ്റെ സുഹൃത്തുക്കൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഭരണം ഒന്ന് അവസാനിപ്പിക്കാൻ നിങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിപ്പിക്കണമെന്ന്. അതുപോലെ തന്നെ ഞങ്ങൾ കൂട്ടമായിട്ട് നന്നായിട്ടുള്ള ഒരു പ്രവർത്തനമുണ്ട്. അത് നിങ്ങൾക്കൊക്കെ അറിയണ കാര്യമാണ്. ഇപ്പോൾ എന്നും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരും എന്നുള്ള വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ല. അവർ കുറച്ച് കാലമായി പിന്നെ ഇവിടുത്തെ മേജർ പൊളിറ്റീഷ്യനായിട്ട് ഒത്തൊരുങ്ങി പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസിനെ തകർക്കാൻ പിന്നെ ആൾ ഇന്ത്യ ബേസിൽ തന്നെ അത് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ അത് ഇപ്പോൾ നമ്മൾ പോലുള്ള ഇപ്പോൾ കുറച്ച് ആൾക്കാരുടെ അടുത്ത് നിന്ന് അവർ വിവരം ശേഖരിക്കുന്നതല്ലുള്ളൂ. യഥാർത്ഥ വിധി എന്താണെന്നുള്ളത് ഭരണത്തിന് നമുക്കറിയാം. നിങ്ങളൊരു ചാനലിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, നിങ്ങൾക്കൊക്കെ ജനങ്ങളെ നേരിടുമ്പോൾ സാധാരണ ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇത് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് എല്ലാ പിന്നെ ആൾക്കാർ രാഷ്ട്രീയം മറന്ന് പ്രവർത്തിക്കുവാനും ഒരു പുതിയ നേതൃത്വത്തിനെ ഉണ്ടാക്കാനും ആ നേതൃത്വം ഞങ്ങൾക്ക് അനുകൂലമാവും എന്നുള്ളതാണ്. ആ മാറ്റം ഞങ്ങൾക്ക് അനുകൂലമാവും എന്നുള്ളതും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊരു പുതുയുഗ കേരളം ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞത്. നല്ല പ്രതീക്ഷയിലാണ്. ശക്തമായിട്ട് ഞങ്ങൾ തിരിച്ചു വരും എന്നുള്ളതും ഞങ്ങൾ യോജിച്ച് നിന്ന് പ്രവർത്തിച്ചിട്ടുമുണ്ട്. The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.